मेरे प्रिय छात्रों, कैसा है आपकी पढ़ाई? कैसे चल रही है? खुशी है ना? हमारे पाഠ पुस्तक का तीसरा യൂണിറ്റ് पर चला है. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാർലി ചാപ്ലിൻ്റെ ഒരു ജീവചരിത്രമാണ് പഠിച്ചിരുന്നത് അല്ലേ? സബ്സെ ബഡേ ഷോമാൻ. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവസാനം ഒരു ഗ്രാമർ ഭാഗം പഠിച്ചിരുന്നു. ലഘ് എന്ന് പറഞ്ഞിരുന്നു, സഹായക്രിയ. അത് ഈ വീഡിയോയിൽ പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. നമ്മളതിൻ്റെ വിശദമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് ടീച്ചർ വാട്സപ്പിൽ പറഞ്ഞു തരും. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മൂന്നാമത്തെ യൂണിറ്റാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് അഖാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞ ഒരു കവിത, അതിനുശേഷം ഠാക്കൂർ കാ കുവാം എന്ന് പറഞ്ഞൊരു കഥ, പ്രേംചന്ദിൻ്റെ ഒരു സ്റ്റോറി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ചെറിയ ഒരു കവിതയാണ് അഖാൽ ഔർ ഉസ്കെ ബാദ്. അപ്പോൾ ഈ മൂന്നാമത്തെ യൂണിറ്റ് എടുക്കുന്നതിന് മുമ്പേ അതിന് മുന്നേ ഒരു ചിത്രവും അതിൻ്റെ താഴെ ഒരു ചെറിയൊരു എഴുത്തും കാണാം. എന്താണ് എഴുതിയിട്ടുള്ളത്? हर एक सभी के लिए, सब हर एक के लिए सुने प्रकृति की पुकार. എന്താ പറഞ്ഞത്? ഹർ ഏക് സബിക്ക് ലിയേ. ഹറേക്ക് എന്നാണ് ഓരോരുത്തരും, സബിക്ക് ലിയേ എല്ലാവർക്കും വേണ്ടി. മനസ്സിലാവുന്നു? പിന്നെ പറയുന്നത് സബ് ഹറേക്ക് ലിയേ എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമം. സുനെ പ്രകൃതിക്ക് പുക്കാർ, പ്രകൃതിയുടെ വിളി നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട ചില അവസ്ഥകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നാഗാർജുൻ, ഇന്ത്യയിലെ പ്രശസ്ത സാഹിത്യകാരനായ നാഗാർജുൻ്റെ അഖാൽ ഔർ ഉസ്കെ ബാദ് എന്നുള്ള കവിത നോക്കാം. ഇവിടെ നാഗാർജുനെ കുറിച്ചിട്ട് നോക്കിയാൽ, ജന്മ 30 ജൂൺ 1911 ബീഹാർ, मृत्यु 5 नवंबर 1998. ഓക്കെ, ആപ്പ് ഹിന്ദി കെ പ്രഗതിശീൽ സാഹിത്യകാർ, ഇന്ത്യയിലെ പുരോഗമന സാഹിത്യകാരനാണ് നാഗാർജുൻ. आपने हिंदी के अलावा मैथिली, संस्कृत और बंगला में भी रचनाएं की. അദ്ദേഹം ഹിന്ദിയെ കൂടാതെ മൈഥിലി ഭാഷയിലും സംസ്കൃത ഭാഷയിലും ബംഗ്ലാ ഭാഷയിലൊക്കെ അദ്ദേഹം രചനകൾ നടത്തിയിട്ടുണ്ട്. ലോക് ജീവൻ, പ്രകൃതി ഔർ സമകാലീൻ രാജനീതി ആപ്കി രചനാക്കോ മുഖ്യ വിഷയം. സാധാരണ ജനങ്ങളുടെ ജീവിതം, പ്രകൃതിയും സമകാലീന രാഷ്ട്രീയമൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രചനകളുടെ മുഖ്യ വിഷയമാണ്. യുഗധാര, പ്യാസി പദരായി ആഖേ, സദ്രംഗി പങ്കോംവാലി, താലാബ് കി മछलिया ആദി ആപ്കി പ്രമുഖ കാവ്യകൃതിയാണ്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഈ കവിതയിൽ അഖാൽ ഔർ ഉസ്കെ ബാദ് എന്നുള്ള കവിതയിൽ 2 പാർട്ടുകളാണ്. ഒന്നാമത്തെ 4 ലൈൻ, അടുത്ത 4 ലൈൻ. അഖാൽ ഔർ ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ ക്ഷാമവും അതിനുശേഷവും. അഖാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം, വരൾച്ച. ഔർ ഉസ്കെ ബാദ് അതിനുശേഷം. അപ്പൊ ക്ഷാമവും അതിനുശേഷവുമുള്ള അവസ്ഥ. അപ്പൊ ആദ്യത്തെ 4 ലൈൻ ക്ഷാമത്തെ കുറിച്ച് പറയുന്നു. തൊട്ടടുത്ത 4 ലൈൻ അതിനുശേഷം വരുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്നു. അപ്പോൾ എന്താണ് വരൾച്ച അല്ലെങ്കിൽ ക്ഷാമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു പ്രദേശത്തെ മുഴുവനും ബാധിക്കുന്ന ഒരവസ്ഥയാണ് വരൾച്ച, അല്ലേ? ക്ഷാമം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സ്ഥലത്ത് വരൾച്ച ഉണ്ടാവുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അവിടെ ജീവിക്കുന്ന ആളുകളുടെ, മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുന്നു. എന്നാൽ ഈ കവിതയിൽ മനുഷ്യരുടേത് മാത്രമല്ല, മനുഷ്യന്റെ കൂടെ ജീവിക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ആളുകളുടെ, ജീവികളുടെ അവസ്ഥ കൂടി ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യന്റെ അവസ്ഥയെ മാത്രമല്ല, മറ്റുള്ള ജീവജാലങ്ങളുടെ കാര്യവും ഈ കവിതയിൽ പറയുന്നു. നമുക്ക് ആദ്യത്തെ 4 ലൈൻ നോക്കാം.
കൈ ദിനോं തക്ക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്, കൈ ദിനോं തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കൈ ദിനോं തക്ക് ലഗി ബീത് पर छिपकलियों की गश्त, കൈ ദിനോं തക്ക് ചൂഹോं കോ ബി ഹാലത്ത് രഹി ശികസ്ത്. വളരെ ചെറിയ 4 വരികളാണ്. കൈ ദിനോं തക്ക് ചുൽഹാ രോയ, കൈ ദിനോं തക്ക് തന്നെ കുറേ ദിവസങ്ങളായി, കുറേ നാളുകളായി. ചുൽഹാ രോയ, ചുൽഹാന അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ചക്കി രഹി ഉദാസ്, ചക്കി മീൻസ് ആട്ടുകല്ല്, ആട്ടുകല്ല് അതിനടുത്ത് സങ്കടപ്പെട്ടിരിക്കുക. കൈ ദിനോं തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, കുറേ ദിവസങ്ങളായി ഒരു ഒറ്റക്കണ്ണുള്ള ഒരു നായ ഈ ആട്ടുകല്ലിൻ്റെയും അടുപ്പിൻ്റെ ഇടയിൽ ഉറങ്ങാണ്. സോയി ഉൻകെ പാസ്. കൈ ദിനോं തക്ക് ലഗി ബീത് पर छिपकलियों की गश्त, കുറേ നാളുകളായി. ബീത് पर ഭിത്തിയിൽ, ചുമരിൽ. छिपकलियों की गश्त, ചിപ്കലി എന്ന് പറഞ്ഞാൽ പല്ലി, പല്ലിയുടെ ഉലാത്തലും കാണുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലി ഉലാത്തുന്നു. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉലാത്തുക. കൈ ദിനോं തക്ക് ചൂഹോं को भी ഹാലത്ത് രഹി ശികസ്ത്, ചൂഹോ എന്ന് പറഞ്ഞാൽ എലി, ഹാലത്ത് എന്ന് പറഞ്ഞാൽ അവസ്ഥ, ശികസ്ത് എന്ന് പറഞ്ഞാൽ പരാജയം, ബുദ്ധിമുട്ട് എന്നൊക്കെ അർത്ഥം. അപ്പൊ എന്താ, കുറേ നാളുകളായി എലിയുടെ അവസ്ഥയും പ്രയാസത്തിലാണ് അല്ലേ. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്ത് വരൾച്ച ഉണ്ടാകുമ്പോൾ, ആ പ്രദേശത്ത് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ, അവിടെ മനുഷ്യർക്ക് മാത്രമല്ല മനുഷ്യരുടെ വീടുകളിലുള്ള ചുൽഹ അടുപ്പ് കത്തുന്നില്ല. ഭക്ഷണ സാധനങ്ങൾ ഉണ്ടെങ്കിലേ എന്ത് കത്തുള്ളൂ? അടുപ്പ്, ധാന്യങ്ങൾ ഉണ്ടെങ്കിലേ അടുപ്പ് കത്തുള്ളൂ. ചക്കി രഹി ഉദാസ്, ആട്ടുകല്ല് സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ആട്ടുകല്ലിനും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആട്ടുകല്ലും സങ്കടം. മനുഷ്യന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ് ഈ സാധനങ്ങളൊക്കെ. കൈ ദിനോं തക്ക് കാനി കുത്തിയ സോയി ഉൻകെ പാസ്, അതായത് ഭക്ഷണങ്ങളും സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട്, ഒറ്റക്കണ്ണുള്ള എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ പട്ടിണിയെ സൂചിപ്പിക്കുക. അത്രയും ദിവസങ്ങൾ ഭക്ഷണം കിട്ടാതെ, ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അതിന് രണ്ടിനും, ഈ ആട്ടുകല്ലിന്റെ ഈ അടുപ്പിന്റെ ഇടയിൽ കിടക്കുകയാണ് ഈ ഒറ്റക്കണ്ണുള്ള നായ. കൈ ദിനോं തക്ക് ലഗി ബീത് पर छिपकलियों की गश्त, അതായത് ഭക്ഷണ സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ട്, ചെറിയ പ്രാണികളും ആ വീടുകളിലേക്ക് വരാത്തത് കൊണ്ട് കുറേ ദിവസമായി ആരുടെയും അവസ്ഥ മോശമാണ്, പല്ലിയുടെ അവസ്ഥയും മോശമാണ്. അതുകൊണ്ട് പ്രാണികളുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ചുമരിലൂടെ. ആര്? പല്ലികൾ, ചിപ്കലികൾ. കൈ ദിനോं തക്ക് ചൂഹോं को भी हालत रही शिकस्त, ഇതേ അവസ്ഥ തന്നെയാണ് എലികളുടെയും. അവർക്കും കുറേ ദിവസങ്ങളായി ഭക്ഷണ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും വരൾച്ച ഒരു പ്രദേശത്തെ മുഴുവനായിട്ട് ബാധിക്കുമ്പോൾ, ആ പ്രദേശത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന അതേ വേദന മൃഗങ്ങളും അനുഭവിക്കുന്നു എന്നാണ് ഈ 4 വരിയിലൂടെ നാഗാർജുൻ പറയുന്നത്. ഓക്കെ, അപ്പൊ പഹലി 4 പങ്ക്തിയാ കിസ്കി ഹാലത്ത് പർ പഠായ. ആദ്യത്തെ 4 വരി ഏത് അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു വെച്ചാൽ അകാലിനെ കുറിച്ച്, വരൾച്ചയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ക്ഷാമത്തെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത 4 വരി നോക്കാം. ഇനി വരൾച്ചയ്ക്ക് ശേഷം വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തുമ്പോഴുള്ള മാറ്റം. दाने आए घर के अंदर कई दिनों के बाद, दुआम उड़ा आंगन से ऊपर कई दिनों के बाद, चमक उड़ी घर भर की आंखें कई दिनों के बाद, कौवे ने गुजलाई पांगों कई दिनों के बाद. ഇവിടെ നേരത്തെ കൈ ദിനോं തക്ക് കുറേ നാളുകളായി. ഇവിടെ അതിനുശേഷം 4 വാക്കുകൾ ആവർത്തിച്ചു എന്ന് കൈ ദിനോं के बाद എന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം. ദാനെ ആയ ഘർ കെ അന്തർ കൈ ദിനോं के बाद, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീടുകളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തി, ധാന്യങ്ങൾ എത്തി. ഘർ വീടിന്റെ ഉള്ളിൽ, ഘർ കെ അന്തർ വീടിന്റെ ഉള്ളിൽ ഭക്ഷണ സാധനങ്ങൾ എത്തി. ദുആം ഉടാ ആംഗൻ സേ ഊപ്പർ കൈ ദിനോं के बाद, വീടിന്റെ പുറത്ത് മട്ടുപ്പാവിലൂടെ ദുആം ഉടാ, പുക മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. പുക മുകളിലേക്ക് ഉയരാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താണ്? അടുപ്പ് കത്താൻ തുടങ്ങി, ധാന്യങ്ങൾ എത്തി, അടുപ്പ് കത്താൻ തുടങ്ങി. ചമക് ഉടി ഘർ ഭർ കി ആംഖേൻ കൈ ദിനോं के बाद, ചമക് ഉടി എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. ഘർ ഭർ കി ആംഖേൻ കൈ ദിന, അതായത് വീട്ടുകാരുടെ കണ്ണുകളിൽ സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ?
ഇവിടെ ചമക്കുടി എന്ന് പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം ഖുശി ഹുവ, സന്തോഷമുണ്ടാവുക. വീട്ടുകാർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അതാണ് അവിടെ ഗർഭർക്കി ആഖേം കൈ ദിനൊക്കെ പറഞ്ഞു. കുറെ നാളുകൾക്ക് ശേഷം വീട്ടുകാർക്ക് വളരെ സന്തോഷമായി. കൗവേനെ ഗുജ്ലായി പാങ്കേം കൈ ദിനൊക്കെ കാക്ക തൻ്റെ ആക്ക കുറെ ദിവസങ്ങൾക്ക് ശേഷം കൊത്തുകൾ കൊണ്ട് കൊത്തി വലിക്കാൻ തുടങ്ങിയതാണ്. അതായത് ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ വരുമ്പോൾ അതിൻ്റെ വേസ്റ്റുകളൊക്കെ വരുമ്പോഴാണ് കാക്കകളെ പോലുള്ള ജീവികളൊക്കെ സജീവമാവുന്നത്, അല്ലെ? അതാണ് ഭക്ഷണം, അതായത് ക്ഷാമം മാറി സന്തോഷകരമായ ദിനങ്ങൾ വരുന്ന അവസ്ഥയെ ഈ 4 വരിയിലൂടെ നാഗാർജുൻ പറയുന്നു. അപ്പൊ ആദ്യത്തെ 4 വരികൾ അകാലിനെ കുറിച്ചിട്ടും അടുത്ത 4 വരികൾ അകാൽ കെ ബാദ് അതിനുശേഷമുള്ള സമ്പൽ സമൃദ്ധിയെ കുറിച്ചിട്ടുമാണ് പറയുന്നത്. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ടും ഈ എക്സാമിന് ചോദിക്കുമ്പോൾ ഒന്നുകിൽ ആദ്യത്തെ 4 വരിയിൽ നിന്നും ചോദിക്കാം, അല്ലെങ്കിൽ അവസാനത്തെ 4 വരിയിൽ നിന്നും ചോദിക്കാം. എളുപ്പം മനസ്സിലാവാൻ 1-2 വട്ടം വായിച്ചിട്ട് അതിന്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി ഈ പാഠവുമായി ബന്ധപ്പെട്ട വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ ചെയ്തു വരണം. ഒന്നിവിടെ പേജ് നമ്പർ 53 53 കാണാം. അകാൽ എന്ന അവസ്ഥയിൽ, ക്ഷാമം എന്നുള്ള അവസ്ഥയിൽ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യന് ചെയ്യേണ്ടി ഉണ്ടാകും. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ചുൽഹേക്കാരോന, അടുപ്പിന്റെ കരച്ചിൽ. ഒന്ന് അകാലിന്റെ സമയത്ത് ബാക്കി ഫീൽ ചെയ്യാം, ബാക്കി കള്ളിയിൽ ഫീൽ ചെയ്യാം. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അകാൽ കെ ബാദ് എന്നുള്ളത് കവി എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടും ഒരുമിച്ച് എഴുതുക. അകാൽ സമയത്ത് എങ്ങനെയാണ് കവി ചിത്രീകരിച്ചിട്ടുള്ളത്, അകാൽ കെ ബാദ് എന്നുള്ള ക്ഷാമത്തിന് ശേഷമുള്ള അവസ്ഥയെ കവി എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത് രണ്ടുമാണ് നിങ്ങൾ എഴുതി വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ 2 ക്വസ്റ്റ്യനും ഒറ്റ ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എഴുതിയിരിക്കുക. അതന്നെയാണ് ഈ പാഠത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ചെറിയ കവിതയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ്. എളുപ്പത്തിൽ പഠിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സ്പീഡായിട്ടായിരിക്കും ഇനി ക്ലാസ്സുകളൊക്കെ പോകേണ്ടി വരിക. അപ്പോൾ നിങ്ങൾ ഒന്നും ബാക്കിലാവാതെ കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചു തരിക, സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ.